സൂപ്പർ കൺമണി സീരിയലിലെ ലേറ്റസ്റ്റ് പ്രമോ വിശേഷങ്ങളിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ മാനസിക ബലരാമനോട് സംസാരിച്ചു കഴിഞ്ഞ് സന്തോഷമാകുന്നുണ്ട്. കാരണം ബലരാമൻ തന്റെ ചൊൽപ്പടിക്ക് വരുമെന്ന് ഏതാണ്ടൊക്കെ മാനസിക മനസ്സിലായിരിക്കുകയാണ്. അപ്പൊ എന്തുകൊണ്ടും തന്റെ ലക്ഷ്യം അയാളിലൂടെ നേടിയെടുക്കാമെന്ന് തന്നെ അവൾ തീർച്ചപ്പെടുത്തുന്നുണ്ട്. ഇനി മാനസിക മുന്നിലുള്ള ലക്ഷ്യത്തിലേക്ക് എത്താൻ ഏതാനും കടമ്പകൾ കൂടി മാനസിക കടന്നാൽ മതി. അതായത് ബലരാമനെ ആ വീട്ടിൽ താമസിപ്പിക്കുക എന്നുള്ളൊരു കടമ്പ മാത്രം. കൺമണിയെ സാഗറും കൃപയും ഒഴിച്ച് ബാക്കി എല്ലാവരും ആ വീട്ടിൽ അംഗീകരിക്കാത്ത പക്ഷം തന്റെ ലക്ഷ്യം കൂടുതൽ ഉറപ്പായും നടക്കുമെന്ന് മാനസിക്കറിയാം. ബലരാമൻ സ്നേഹമുള്ളവനും പാവവുമാണ്. തന്നെ സ്നേഹിക്കുന്നവർക്ക് വേണ്ടി എന്തും ചെയ്യും അയാളെന്ന് മാനസിക ഏതാണ്ട് മനസ്സിലായിട്ടുണ്ട്. കൂടാതെ സുമിത്ര പറഞ്ഞിട്ടുണ്ടല്ലോ, ഇതെന്ത് കുന്തമാണ് മാനസ ഈ പറയുന്നതെന്ന് ആന്റി എമ്മയ്ക്ക് അത്ര പിടികിട്ടുന്നില്ല. ബലരാമന്റെ ഭാര്യയാകുന്ന കാര്യം അവൾ സൂചിപ്പിച്ചിട്ടുണ്ടെങ്കിലും എന്തുകൊണ്ടോ അവരത് അത്ര ഓർക്കുന്നില്ല എന്ന് തോന്നുന്നു. ആന്റിയമ്മ മാനസിയെ ഒഴിച്ച് സ്വന്തം അനിയനായ സാഗറിനെ പോലും ഇഷ്ടമല്ല എന്ന് അവരുടെ ചില സമയത്തെ സ്വഭാവം കണ്ടാൽ തോന്നും. കാരണം ബലരാമൻ വന്നതും സാഗറിന്റെയും സുജാതയുടെയും മൂത്ത മകനായ അയാളെ തിരിച്ചു കിട്ടിയതൊന്നും അവർക്ക് അത്ര പിടിച്ചിട്ടില്ല. അതുകൊണ്ടാണല്ലോ സിനിമാ സ്റ്റൈലിൽ ഇവിടെ കരച്ചിലായിരുന്നു, കണ്ണീരൊഴുക്കുന്നു, കണ്ണീര് തുടച്ചു കൊടുക്കുന്നു എന്നൊക്കെ മാനസിയോടെ കുശുമ്പി കയറി അങ്ങനെയൊക്കെ പറയുന്നത്. സുജാതയെ കൺമണിയെ കണ്ടുകൂടാത്തതിന് പിന്നിൽ കൂടുതലും ആന്റിയമ്മ തന്നെയാണ്. സുജാതയ്ക്ക് ഇപ്പോ കൺമണിയെ ഒട്ടും ഇഷ്ടമല്ല. സാഗർ എത്ര പറഞ്ഞു മനസ്സിലാക്കിയിട്ടും അവർക്ക് അത് മാത്രം ഉൾക്കൊള്ളാനായിട്ട് പറ്റുന്നില്ല. കൺമണി കാലെടുത്ത് ആ വീട്ടിൽ കുത്തിയപ്പോൾ തന്നെ അത്രയും നല്ല കാര്യമാണ് കേട്ടോ ആ വീട്ടിൽ സംഭവിച്ചിരിക്കുന്നത്. ഇത്രയും നാൾ മരിച്ചു എന്ന് കരുതിയ മകനെയാണ് അവർക്ക് തിരിച്ചു കിട്ടിയിരിക്കുന്നത്. അതൊന്നും സുജാത ഓർക്കുന്നില്ല. കൺമണിയുടെ മുഖത്തേക്ക് പോലും സുജാത നോക്കുന്നില്ല. ആന്റിയമ്മയാണെങ്കിൽ സ്വാർത്ഥത കൊണ്ടാണെങ്കിൽ മാനസിയോട് നെറുകേട് കാട്ടാൻ കാരണക്കാരി കൺമണിയാണെന്നുള്ള വിശ്വാസത്തിലാണ് സുജാത കൺമണിയെ വെറുക്കുന്നത്. ഇനി അവർക്ക് രണ്ടുപേർക്ക് മാനസിയുടെ കയ്യിൽ നിന്ന് തന്നെ തിരിച്ചടി കിട്ടണം, എന്നാലേ അവർ പഠിക്കൂ എന്നാണ് തോന്നുന്നത്. എന്തായാലും അതൊക്കെ വളരെ പെട്ടെന്ന് തന്നെ ഉണ്ടാവുമെന്ന് പ്രതീക്ഷിക്കാം. വരുൺ കൺമണിയെ കിട്ടണം എന്നുള്ള സൈക്കോ ചിന്തയോടെ കൺമണിയെ വീട്ടിൽ കൊണ്ടുവിടാനായിട്ട് കൃഷ്ണൻ കൂടി ചെല്ലുമ്പോൾ ഗുണ്ടകളെയും കൂട്ടി തടയുന്നുണ്ട്. ആദ്യം കൃഷ്ണന്റെ കാർ ഒരു ഗുണ്ട ചെന്ന് തടയുന്നുണ്ട്. കാറിൽ എന്തോ പറഞ്ഞിറങ്ങിയ കൃഷ്ണനെ ഗുണ്ടകൾ തടഞ്ഞു വരുമ്പോ കൃഷ്ണനെ പിടിക്കുന്നത് കണ്ട് ടെൻഷനോടെ കാറിൽ നിന്ന് ഇറങ്ങിയ കൺമണിയെ വരുണും പിടിക്കുന്നുണ്ട്. കൃപയാണെങ്കിൽ ആന്റിയമ്മയ്ക്കിട്ട് കണക്കിന് കൊടുക്കുന്നുണ്ട്. മാറ്റങ്ങളെ അംഗീകരിച്ച് കൂടെ നിന്നാൽ സന്തോഷമായിട്ട് ജീവിക്കാം, അതല്ല എതിർക്കാൻ നിന്നാൽ രക്ഷപ്പെടില്ല ആന്റിയമ്മയെ, തോറ്റുപോകും എന്നൊക്കെ പറയുന്നുണ്ട്. നീ എന്താടി എന്നെ പരിഹസിക്കുകയാണോ എന്നൊക്കെ തിരിച്ചു ചോദിക്കുകയും ചെയ്യുന്നുണ്ട് ആന്റിയമ്മ. ദേവിജിയാണെങ്കിൽ കൃഷ്ണനെ വിളിക്കുമ്പോൾ സ്വിച്ച് ഓഫ് ആണെന്നാണ് കേട്ടോ പറയുന്നത്. അത് മഹിയോട് അയാൾ ഷെയർ ചെയ്യുകയും ചെയ്യുന്നുണ്ട്. മഹിയാണെങ്കിൽ സാഗർ സർ പിള്ളേരെ ഹണിമൂണിന് വിട്ട് കാണുമെന്നൊക്കെയാണ് കേട്ടോ പറയുന്നത്. ദേവിജിയാണെങ്കിൽ സാഗറിനോട് ചോദിക്കുകയാണ് വിളിച്ചിട്ട്, അവരങ്ങോട്ട് തന്നെയാണല്ലോ വന്നിരിക്കുന്നത് എന്ന് പറയാണ് സാഗർ. കൃഷ്ണനെയും കൺമണിയെയും കാട്ടിൽ കൊണ്ടുവന്ന് കെട്ടിയിട്ട്, എടാ നിന്റെ ജീവിതം ഈ കാട്ടിലാണ് തീരാൻ പോകുന്നത്, കൺമണിയുടെ ജീവിതം എന്റെ വീട്ടിലും എന്നൊക്കെ പറയുന്നുണ്ട് വരുൺ. പിന്നീട് തന്റെ മകൾ തന്നെയായി കണ്ട സുജാതയെ പോലും മാനസിക്ക് വേണ്ടിയിട്ട് ആന്റിയമ്മ തള്ളി പറയുന്നുണ്ട്. നടക്കാൻ പോകുന്നത് എന്തൊക്കെയാണെന്ന് നീ കണ്ടോ എന്നൊക്കെ ആന്റിയമ്മ പറയുകയും ചെയ്യുന്നുണ്ട് കേട്ടോ സുജാതയോട്. അങ്ങനെ സൂപ്പർ കൺമണി സീരിയലിന്റെ വളരെ ത്രില്ലിംഗ് ആയിട്ടുള്ള മുഹൂർത്തങ്ങളാണ് ഇനി അങ്ങോട്ട് വരാൻ പോകുന്നത്. ഈ റിവ്യൂ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ചാനൽ കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക.